ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ നാരായണീയ മധുരത്തിൻ്റെ 157 ദിവസം. ഇന്ന് ശ്രീമന്നാരായണീയം 15 ദശകത്തിൽ 9 ശ്ലോകം ആണ് നാം വിചാരം ചെയ്യുന്നത്. ദേവഹൂതിക്ക് ദേവദേവനായ ഭഗവാൻ കപിലവാസുദേവനായി അവതരിച്ചു നൽകുന്ന ഉപദേശങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, തുടർന്ന് ഭാഷാഗാനമായ ശ്രീഹരിയം. ഇതി സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. കഴിഞ്ഞ 8 ശ്ലോകങ്ങളുടെയും 4 പാദം കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദി എന്നായിരുന്നു. കപിലവാസുദേവനായിരിക്കുന്ന അവിടുന്ന് ദേവഹൂതിയോട് പറഞ്ഞു. ഇനി പിന്നീട് കപിലോപദേശം ഉപസംഹരിക്കുകയാണ്. ഇതി സുവിദിതവേദ്യാം കൃതനുതിം ദേവഹൂതിം അനുഗൃഹ്യ ഹേ ദേവ ത്വം യോഗിസംഘൈഃ ഗത വിമലമതി അസൗ അധ ഭക്തിയോഗേന മുക്ത ത്വം അപി ജനഹിതാർത്ഥം പ്രാഗുദീച്യാം വർത്തസേ എന്നാണ്.
ഇതി സുവിദിത വേദ്യാം, ഇങ്ങനെ അറിയേണ്ടത് വേണ്ടതുപോലെ അറിഞ്ഞപ്പോ കൃതനുതിം, അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ദേവഹൂതിം, ആ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട്, അനുഗ്രഹ്യ ഹേ ദേവ, അല്ലയോ ദേവ, ഗുരുവായൂരപ്പ ഭഗവാനെ, ത്വം യോഗി സംഘൈഹി ഗതഃ, യോഗി സംഘത്തോടുകൂടി, യോഗികളോടുകൂടി യാത്രയായി. വിമലമതി അസൗ അധ, വിമലമായ ബുദ്ധി, വിമലമായ മനസ്സോടുകൂടി, മനഃശുദ്ധി നേടിയ അസൗ, ആ ദേവഹൂതി, അധ അനന്തരം, അതിനുശേഷം ഭക്തിയോഗേന മുക്ത, ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. ത്വം അപി, അവിടുന്നോ, അവിടുന്ന് ജനഹിതാർത്ഥം, ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, അവരുടെ ഹിതത്തിനു വേണ്ടി, പ്രാഗുദീച്യാം വർത്തസെ, ഇപ്പോഴും വടക്കു കിഴക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ കിഴക്കു വടക്ക്, പ്രാഗ് ഉദീച്യാം, വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ വടക്ക് കിഴക്കേ ദിക്കിൽ ഭൂമിയുടെ അടിയിൽ കപിലയോഗീശ്വരൻ ഇപ്പോഴും തപസ് ചെയ്യണു എന്നാണ്. സഗരപുത്രന്മാർ അച്ഛൻ്റെ യാഗാശ്വത്തെ അന്വേഷിച്ച് ഭൂമി കുഴിച്ച്, വടക്ക് കിഴക്ക് ദിക്കിൽ ഭൂമി കുഴിച്ചു ചെന്നപ്പോൾ കപിലവാസുദേവനെ കണ്ടു. ആ കപിലവാസുദേവൻ കണ്ണു തുറന്നപ്പോൾ അവരൊക്കെ ഭസ്മമായി തീർന്നു എന്ന് ഒരു സ്ഥലത്ത് വാൽമീകി രാമായണത്തിലും അതേപോലെ ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. തത പ്രാഗുത്തരാം ഗത്വാ സാഗരാ പ്രഥിതാം ദിശം രോഷാദഭ്യഖനൽ സർവേ പൃഥിവീം സഗരാത്മജ തേതു സർവേ മഹാത്മാനോ ഭീമവേഗാ മഹാബല ദദൃശു കപിലം തത്ര വാസുദേവം സനാതനം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതം നവമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലും ഇതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഇനി കപിലോപദേശത്തിൻ്റെ സാരം പറഞ്ഞും കൊണ്ട് സമർപ്പിക്കുകയാണ് ഈ ദശകം. ആ 10-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ 9-ാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി അതിൻ്റെ മലയാള ഭാഷ ആയിരിക്കുന്ന, ഭാഷാ തർജ്ജമ ആയിരിക്കുന്ന ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ഇതി സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. നാരായണ 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 കപിലമൂർത്തേ. അറിയേണ്ടതറിഞ്ഞോരാം ദേവഹൂതി സ്തുതി ചെയ്തു അനുഗ്രഹം നൽകി അങ്ങു യാത്രയുമായി. ഭക്തിയോഗം കൊണ്ടു ദേവഹൂതി മോക്ഷാവസ്ഥ നേടി വടക്കു കിഴക്കു ഭാഗേ ഭവാൻ പാർക്കുന്നു. നാരായണ 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 രാധാഗോവിന്ദ. നാരായണ നാരായണ കപിലമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ
നാരായണ നാരായണ.